ആമ്പിലാട് കൂത്തുപറമ്പ്. ഞാൻ RCMൽ വന്നിട്ടെന്ന് പറയുമ്പോ, അതായത് ഒരു +2 കഴിഞ്ഞ ടൈമിലാണ് RCMനെ കുറിച്ച് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. എന്റെ അമ്മയാണ് RCMൽ ആദ്യമായിട്ട് ചേർന്നത്. ആ ടൈമില് ശ്രീനിവാസ സാറാണ് അമ്മേനെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. ആ ടൈമില് നോക്കുവാണെങ്കിൽ ഞാൻ RCMനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് RCMനെ കുറിച്ച് തീരെ ബോധേഡ് ആവാത്ത ഒരാളായിരുന്നു. കാരണം RCMനെ കുറിച്ച് എന്താ പറയാ നെഗറ്റീവ് മാത്രമേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ. അപ്പൊ ശ്രീനിവാസ സാറ് ഒരു ദിവസം വീട്ടിൽ വരികയും RCMനെ കുറിച്ച് പറയുകയും RCMനെ ആ ടൈമിൽ ഞാൻ എതിർക്കുകയും ചെയ്തിരുന്നു. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ RCMനെ നെഞ്ചോടെ ഏറ്റി കഴിഞ്ഞു. കാരണം വെച്ചാല് ഇപ്പൊ ഞാൻ ഞാൻ ഡിഗ്രി +2 കഴിഞ്ഞ ടൈമിൽ തന്നെ ഞാൻ വർക്കിന് കയറുകയും ഡിഗ്രി അതിനൊപ്പം ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുകയും RCMനെ കൊണ്ട് വരുമാനം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോ RCMൽ നോക്കുകയാണെങ്കിൽ RCMനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ RCMൽ കയറുന്നത് ഒരു 18-20 വയസ്സാകുമ്പോഴാണ് RCMനെ കുറിച്ച് പരിചയപ്പെടുന്നതും അമ്മയോടൊപ്പവും നിശ്ചയിച്ചിനൊപ്പരവും സെയിലിങ്ങിന് പോയിട്ട് RCMനെ കുറിച്ച് മനസ്സിലാക്കി RCMന്റെ പ്രൊഡക്റ്റ് വിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലൊന്നും RCMനെ കുറിച്ച് വലിയ ധാരണയോ കാര്യങ്ങളോ ഇല്ല. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കിയത് RCMന്റെ ഒരു വർക്ക്ഷോപ്പ് മീറ്റിംഗിലൂടെയാണ്. പയ്യാമ്പലത്തുണ്ടായ ഒരു RCMന്റെ വർക്ക്ഷോപ്പ് പരിപാടി ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ RCMനെ കുറിച്ച് കൂടുതലായിട്ടും മനസ്സിലാക്കുന്നതും അതിനെക്കുറിച്ച് മാർക്കറ്റിംഗ് പ്ലാൻ പറയുന്നതും. ഇപ്പൊ RCMനെ കുറിച്ച് ഇപ്പൊ പറയാൻ തന്നെ നോക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതലും നല്ല കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. കാരണം അതിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഗുണങ്ങളും കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയ ഒരാളാണ്. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഞാൻ പയ്യാമ്പലത്തിലെ വർക്ക്ഷോപ്പിലാണ് അതുൽ സാറിന് ഇപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ അതുൽ സാർ ഇപ്പൊ നല്ല രീതിക്ക് തന്നെ ഒരു ലീഡറാണ്. ഇപ്പൊ ഞാൻ ഒരു SBI ടീം ലീഡർ ആയിരുന്നു. അതുൽ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, മുന്നേ വർക്ക് ചെയ്തു. SBIയിൽ ടീം ലീഡർ ആയിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പൊ അവിടുന്ന് റിസൈൻ ചെയ്തിട്ടാണ് ഇപ്പൊ RCM ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം RCMനെ കുറിച്ച് മനസ്സിലാക്കാൻ ഞാൻ കുറെ വൈകിപ്പോയി. എന്ന് വെച്ചാല് ആ ടൈമിലും ആ ഒരു വർക്ക് ചെയ്യുന്ന ടൈമിലും ചെറിയതായിട്ട് ഞാൻ എന്റെ ടൈം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ വർക്കിന്റെ പ്രഷറും കാര്യങ്ങളും കൊണ്ട് ഞാൻ RCMനെ ചെറുതായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് RCM തരും എന്ന ഒരു വിശ്വാസം എനിക്കുണ്ട്. കാരണം വെച്ചാൽ ഞാനിപ്പോ RCMൽ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോ ടീം ലീഡറായി വർക്ക് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ടീം ലീഡറായിട്ട് വർക്ക് ചെയ്യുന്ന ടൈമിൽ അവിടെ ഉണ്ടാകുന്ന പ്രഷർ മുമ്പോട്ട് കൊണ്ടുപോവാണ്. ഒരു 2 months ആണ് നമ്മൾ പ്ലാൻ. കേൾക്കുന്നുണ്ടോ? ഓഫേഴ്സ് എല്ലാം സെറ്റ് ആക്കി ഫസ്റ്റ് തന്നെ. ഓക്കെ, ഞാനൊരു ടീം ലീഡറായിട്ട് വർക്ക് ചെയ്യും. അതായത് അവിടുന്ന് ഒരു പ്രഷറും കാര്യങ്ങളും വന്നു. അതായത് നമുക്കൊരു ടീം ലീഡർ എന്ന് പറയുമ്പോൾ നമ്മൾ അണ്ടറിൽ കുറേ എക്സിക്യൂട്ടീവുകളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങളെ മുകളിലേക്ക് ഒരു ഹയറാർക്കിയോ കാര്യങ്ങളോ വരുന്നില്ല. RCM എന്ന് പറയുന്നത് നമ്മളാണ് ലീഡർ, നമ്മളാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് തന്നെ നോക്കുകയാണെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ ഹെഡ് പറയുന്നത് എന്താണോ അതാണ് നമ്മൾ ചെയ്തിരുന്നത്. അതായത് അതേപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യുക. അവരിന്ന് തരുന്ന പ്രഷർ നമ്മൾ അണ്ടറിലുള്ള ആൾക്കാർക്ക് കൊടുക്കുക. ഇത് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ആർക്കും തന്നെ ഇപ്പൊ പ്രഷറോ കാര്യങ്ങളോ കിട്ടുന്നില്ല. അതായത് RCMലെ ലീഡറും അതായത് RCMന്റെ ഉടമയും തന്നെ നമ്മൾ തന്നെയാണ്. അതായത് നമ്മൾ ഒരു കസ്റ്റമറായ നമ്മളായിരിക്കും RCMലേക്ക് കയറി വന്നതും. ഇപ്പോ ഞാൻ അത്രയും കോൺഫിഡൻസോടെയാണ് ഞാൻ റിഷാൽ സാർ പറഞ്ഞു അഭിരാമി മീറ്റിങ്ങിന് പങ്കെടുക്കാൻ ഓക്കെ ആണോ? ഞാൻ പറഞ്ഞു ഓക്കെ ആണ്. ഇപ്പൊ ഞാൻ അധികം കമ്മ്യൂണിക്കേഷൻ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കുറെ ഡിലേ അത്രയും ഗ്യാപ്പ് വന്നു. ആ ടൈമിൽ ഞാൻ ട്രെയിനിങ് പ്രോഗ്രാമും കാര്യങ്ങളും എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് RCMല് മീറ്റിംഗിലേക്ക് പങ്കെടുക്കാൻ തുടങ്ങുന്നത്. കാരണം ഡയറക്റ്റ് നമ്മൾ ടീമിനെ ഹാൻഡിൽ ചെയ്യുന്നതും ഇപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ലൈവായിട്ട് വീഡിയോ ചെയ്യുന്നതും തമ്മിൽ കുറെ ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ അല്ലാതെ ഡെയിലി നിങ്ങൾക്ക് ഓരോ പ്രോഗ്രാമും കാര്യങ്ങളും മീറ്റിംഗ് എല്ലാം നിങ്ങൾക്ക് ടീം തരുന്നുണ്ട്. RCM എന്ന മേഖലയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ മീറ്റിങ്ങും കാര്യങ്ങളും എല്ലാ ഡെയിലി മീറ്റിങ്ങുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, കൂടുതലായിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കുക.
കാരണം എന്താ വെച്ചാല് കുറെ ടൈം നമ്മൾ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാണ്ട് നിൽക്കുമ്പോ ഇപ്പൊ എനിക്കുണ്ടാകുന്ന പോലെ നിങ്ങൾക്കും ഒരു പ്രശ്നം വരും. കാരണം വെച്ചാൽ ഞാൻ കുറെ കാലങ്ങളായി മീറ്റിംഗിലൊന്നും പങ്കെടുക്കാത്ത. അപ്പോ എനിക്ക് സംസാരിക്കാനുള്ള ഒരു എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എവിടെയാണ് നിർത്തേണ്ടത്, എന്താണ് സബ്ജക്റ്റ് പറയേണ്ടത്, ഇതിനെക്കുറിച്ച് ഒരു തയ്യാറെടുപ്പ് പോലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാല് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. RCMലൂടെ എനിക്ക് കിട്ടിയ കോൺഫിഡൻസ് ആണ് ഒരു ടീം ലീഡർ. ആ ടൈമില് ഞാൻ അവിടെ കുറെ എന്റെ എന്റെ അമ്മയായിരുന്നു എന്റെ ടീം ലീഡർ എന്ന് പറയുമ്പോൾ. അപ്പൊ എന്റെ അമ്മയുടെ ടീമിലെ ആൾക്കാർക്ക് ഞാൻ അത്യാവശ്യം ട്രെയിനിങ്ങും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കായിരുന്നു. മീറ്റിങ്ങിലും കാര്യങ്ങളിലും ശ്രീനിവാസ സാറ് ഓരോ അവസരം തരുമ്പോഴും അത് ഞാൻ അത്രയും യൂസ്ഫുൾ ആക്കിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ മീറ്റിങ്ങും കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഇന്ന് ഞാൻ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം മീറ്റിംഗിൽ ഗ്രൂപ്പിൽ എടുത്തു, നിങ്ങൾക്ക് ആർക്കാണ് മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് ചോദിച്ചു. റിഷാൽ സാർ ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഓക്കെ ആണ്. കാരണം വെച്ചാൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ഞാൻ ഇതുവരെയായിട്ട് ഒന്നും അതായത് ഒന്നും തന്നെ പ്രിപ്പയർഡ് ആയിട്ടല്ല ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളത്. കാരണം ഞാൻ റിഷാൽ സാറിനോട് പറഞ്ഞു കുറെ ഇഷ്യൂസും കാര്യങ്ങളും വന്നത് കൊണ്ട് തന്നെ അതിനായിട്ട് എനിക്ക് തയ്യാറെടുപ്പ് എടുക്കാനുള്ള ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കുണ്ടായ കോൺഫിഡൻസ് ഇതിൽ എത്ര ആൾക്കുണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം വെച്ചാല് എനിക്കറിയാം, അതായത് ഇപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ നോക്കണേ, എല്ലാവരും ഇപ്പൊ എന്നെ പോലെ തന്നെ ആയിരിക്കും. ഫസ്റ്റ് സ്റ്റേജിൽ സംസാരിക്കാനോ കാര്യങ്ങൾക്കോ വലിയ അറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ RCMന്റെ മീറ്റിങ്ങും ട്രെയിനിങ്ങിലും കൂടെ നമുക്ക് കിട്ടുന്ന സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. മെയിൻ ആയിട്ട് നമ്മൾ ഒരു പ്രൈവറ്റ് കമ്പനിയിലേക്കോ അല്ലെ പുതുതായിട്ട് വരുന്ന ഒരു യൂത്തിലെ ഓരോ കുട്ടികളും ഇപ്പൊ നമ്മളൊരു വർക്കിന് പോകുമ്പോൾ പുതുതായിട്ട് പ്രൈവറ്റ് കമ്പനിയിലേക്ക് കയറുമ്പോൾ അല്ലെ ബാങ്കിങ് ഫീൽഡിലേക്ക് കയറുമ്പോൾ നമ്മളോട് മെയിൻ ആയിട്ട് നമ്മളെ നോക്കുക, നമ്മളെ ആറ്റിറ്റ്യൂഡ് നോക്കും, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നോക്കും, കോൺഫിഡൻസ് നോക്കും. കോൺഫിഡൻസ് എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് തന്നെ പറയാം. RCMലൂടെ മാത്രമാണ്. RCM ആണ് എനിക്ക് ഈ ഒരു മെയിൻ ആയിട്ട് ഈ ഒരു ധൈര്യവും കാര്യങ്ങളും തന്നത്. കാരണം ആ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടാണ് കൂടുതലും കോൺഫിഡൻസോടെ സംസാരിക്കാൻ തുടങ്ങിയത്. മെയിൻ അതുൽ സർ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെയിനിങ് വർക്ക്ഷോപ്പ് പരിപാടിയിൽ അതുൽ സാറിന് എനിക്ക് ഭയങ്കര ഇൻസ്പയർ ആയിരുന്നു. കാരണം വെച്ചാല് ആ ഒരു ചെറിയൊരു പ്രായത്തില്, അതായത് എന്നെക്കാട്ടും എത്രയോ വയസ്സ് ചെറുതാണ്, പക്ഷെ അവന്റെ ചിന്ത എന്ന് പറയുമ്പോൾ നമ്മൾ RCMല് എന്തൊക്കെ നേടണമെന്നില്ല, എന്തൊക്കെ കിട്ടും, എന്തൊക്കെ ലഭിക്കും എന്നുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും അതുൽ സാറിന് ആ ടൈമിൽ ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ കയറിയ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് അത് മാത്രമല്ല, നമുക്ക് കിട്ടുന്നത് മെയിൻ ആയിട്ട് നമുക്ക് നല്ലൊരു ഫാമിലിനെ തന്നെ കിട്ടും. RCMന്ന് എനിക്ക് കിട്ടിയത് ആ ഒരു ടൈമിൽ എനിക്കൊരു ഫാമിലിനെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു അനിയനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ അതുൽ സാർ എന്ന് പറയുമ്പോ. അതുൽ സാറിനെ നോക്കുകയാണെങ്കിൽ ആള് അതായത് എമറാൾഡിന്റെ മകനായിരുന്നു. പക്ഷെ എനിക്ക് അവനെ പരിചയപ്പെടുമ്പോ വരെ എനിക്ക് അതുൽ സാർ എമറാൾഡിന്റെ മകനായിരുന്നു എന്ന് അറിയില്ല. പക്ഷെ അവന്റെ ചിന്താഗതിയും ആ ഒരു ലെവലിൽ തന്നെയായിരുന്നു. അപ്പൊ എനിക്ക് കോൺഫിഡൻസാ. കാരണം വെച്ചാല് അവന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റൂല? ഇപ്പൊ കുറെ കാലം ഡിലേ ആയി. ആ ടൈമിൽ ഇപ്പൊ യൂത്ത് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അതും ഭയങ്കര എന്താ പറയാ മോട്ടിവേഷൻ ആയിരുന്നു. കാരണം വെച്ചാല് ഇത്രയും കുട്ടികൾ വന്നു, അതായത് ആ ഒരു സമയം ഞാൻ അത്രയും വേസ്റ്റ് ചെയ്ത ടൈമില് എത്രയോ കുട്ടികൾ പുതുതായിട്ട് RCMനെ മനസ്സിലാക്കി യൂത്ത് തന്നെ ഇറങ്ങിക്കഴിഞ്ഞു. എല്ലാവരും തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു RCMനെ. അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഇത്ര വൈകി? എനിക്ക് ഒറ്റ മെന്റാലിറ്റി, അതായത് എനിക്ക് എന്നതോട് തന്നെ ഒരു ഒരു തോന്നിയ ടൈമാണ് അത്. എന്നുവെച്ചാൽ എന്തുകൊണ്ട് എനിക്ക് തോന്നിയിട്ടില്ല, ഇത്രയും കുട്ടികൾക്ക് തോന്നി. എന്നിട്ട് ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ആകാശ് സാറിനെ പോലെ നോക്കുകയാണെങ്കിൽ ആകാശ് സാറെല്ലാം എന്നെക്കാട്ട ഇളയതാണ്. ആ ടൈമിൽ അവൻ ആ ഒരു പ്രായം തന്നെ ആ ഒരു സ്റ്റാർട്ടിങ് ചെയ്തു കഴിഞ്ഞു. അത് മാത്രല്ല, ഞാൻ ഐഡിയ എടുത്തിട്ട് പോലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അമ്മയിലൂടെ വർക്ക് ചെയ്യുമായിരുന്നു. പക്ഷേല് ഞാൻ എന്റെ ഐഡിയ എടുത്തിട്ട് ഞാൻ സ്വന്തമായിട്ട് ഞാൻ ഇതുവരെ പ്രിപ്പയർഡ് ആയിട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ എടുത്ത എഫേർട്ടും കാര്യങ്ങളും ആ ഒരു ടീം ലീഡർ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ഞാൻ എടുത്ത എഫേർട്ട്, അതായത് ടീം ലീഡർ ആവുന്നതിന് മുമ്പ് ഞാൻ SBI കാർഡിന്റെ എക്സിക്യൂട്ടീവ് ആയിരുന്നു. ജസ്റ്റ് ഒരു എക്സിക്യൂട്ടീവ് ആയിട്ട് ഞാൻ അത്രയും പെർഫോമൻസും കാര്യങ്ങളും അത്രയും കഷ്ടപ്പാടും കാര്യങ്ങളും അത്രയും നമുക്ക് നോക്കുകയാണെങ്കിൽ കാർഡ് സെയിലിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത്രയും റിസ്കി പരിപാടിയാണ്. കാരണം വെച്ചാൽ ഓരോ കസ്റ്റമറെ കൊണ്ട് ചെയ്യിപ്പിക്കുക, എടുപ്പിക്കുക, അതിനെക്കുറിച്ച് വിശ്വസിപ്പിക്കുക, ആ ഒരു കാര്യം
അത്രയും ടഫാണ്. പക്ഷെ ആ ഒരു സ്കിൽ എനിക്ക് കിട്ടിയത്, ആ ഒരു കസ്റ്റമറെ എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് കിട്ടിയത് എനിക്ക് ഈ ഒരു മീറ്റിങ്ങും കാര്യങ്ങളിലൂടെ മാത്രമാണ്. ആ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും അമ്മയോട് പറയും, എനിക്ക് ഈ ഒരു സ്കില്ല് എനിക്ക് RCMലൂടെ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോ ആരോട് വേണമെങ്കിലും പറയും. കാരണം എനിക്ക് ഏറ്റവും വലിയ സ്കിൽ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. ആ ഒരു രീതിയിൽ എനിക്ക് RCMല് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു RCM മീറ്റിങ്ങുകൾ. അപ്പോ ഞാൻ ആ ടൈമില് അത്രയും കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ ഒരു കസ്റ്റമറെ ഡീൽ ചെയ്തിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അത്ര റിസ്ക് ആണ്. എന്നിട്ട് കൂടെ അത്രയും കഷ്ടം ആ ഒരു എഫേർട്ട് ഞാൻ ഈ RCMൽ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അത്രയും ഞാൻ ആ ഒരു ലെവലിൽ തന്നെ നല്ല രീതിക്ക് ഞാൻ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു രീതിക്ക് എനിക്ക് സാമ്പത്തികമായിക്കോട്ടെ ആരോഗ്യപരമായിക്കോട്ടെ എല്ലാത്തിലും എനിക്ക് വിജയം മാത്രമേ ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ നമ്മൾ എല്ലാവരും വന്നിട്ടുള്ളത് RCMലേക്ക് കയറിയിട്ടുള്ളത് ഓരോ സാഹചര്യത്തിലൂടെ ആയിരിക്കാം. ഇപ്പൊ ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് ആരോഗ്യം വേണം, സാമ്പത്തികം വേണം, സമാധാനം വേണം. ഇപ്പോ ഞാൻ ഒരു വർക്കിന് പോവാന്നുണ്ടെങ്കിൽ എന്റെ ആരോഗ്യം പോയി, എനിക്ക് സാമ്പത്തികം കിട്ടുമായിരിക്കും. അതും നമുക്ക് ആ ഒരു ഒരു മാസം നിലനിന്ന് പോവാൻ പറ്റുന്ന സാമ്പത്തികം മാത്രമേ നമുക്ക് കിട്ടുമായിരുന്നുള്ളൂ. അതും മാത്രല്ല സമാധാനം. സമാധാനം എന്ന് പറഞ്ഞത് നമുക്ക് ഒരിക്കലും പ്രൈവറ്റ് കമ്പനിക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് സമാധാനം. 28 വയസ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 28 അതായത് യങ് യൂത്ത്, ഇപ്പൊ യൂത്തിലെ കുട്ടികൾ നോക്കുകയാണെങ്കിൽ 28 വയസ്സ് താഴെയുള്ള കുട്ടികളെ മാത്രമേ ഇപ്പൊ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ആവശ്യമുള്ളൂ. കാരണം അവരുടെ യൗവനം, അതായത് ആ ഒരു സ്ട്രെങ്ത്, ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എല്ലാം ഒരു 28 വയസ്സ് വരെ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരെന്ന് പറയുമ്പം കുറച്ച് പ്രായമുള്ളവരെ ആയതുകൊണ്ട് തന്നെ കമ്പനിക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ 28 വയസ്സ്. അതായത് നമ്മുടെ ആ ഒരു ആരോഗ്യം, അവർക്ക് മെയിൻ ആയിട്ട് കമ്പനിക്ക് വേണ്ടത് ആരോഗ്യം മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കുക. കാരണം വെച്ചാൽ നമ്മൾ എത്രയോ വലിയ വലിയ സ്കോപ്പുകളും കാര്യങ്ങളും RCMൽ ഉണ്ടായിട്ടും നമ്മൾ പ്രൈവറ്റ് കമ്പനി, ഇത് എന്റെ അനുഭവമാണ്. കാരണം വെച്ചാൽ ഞാൻ ചെയ്ത പല മണ്ടത്തരങ്ങളും എന്ന് പറയാം. അത് തന്നെയാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. എന്ന് വെച്ചാല് നമ്മളെ ഒരു ആരോഗ്യവും സമാധാനമാണ് നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണത്. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഞാൻ ഒരു സ്ഥലത്ത് മാത്രമല്ല, ഞാൻ പോയാലും പോലും ഒരു 3 കൊല്ലം ഈ പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്ത ഒരാളാണ്. എനിക്ക് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാല്, നേട്ടങ്ങൾ ചെറിയ ചെറിയ ഇപ്പൊ ബാങ്കിങ് ഫീൽഡ് ആയിക്കോട്ടെ, ചെറിയ ചെറിയ നേട്ടങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും എനിക്കൊരു ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വരുമാനം ഉണ്ടായിട്ടില്ല. എനിക്കൊരു സേവിങ്സ് ആക്കി വെക്കാനുള്ള ഒരു വരുമാനവും എനിക്ക് ഈ പ്രൈവറ്റ് കമ്പനിയിൽ നിന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ ഒന്നുകിലും ഞാൻ ഇപ്പൊ റിസൈൻ ഇടാൻ കാരണം കൂടി എനിക്ക് ഇതിലേക്ക് കൂടുതലായിട്ടും വരേണ്ടത് മാത്രമാണ്, RCMലേക്ക് ചെയ്യേണ്ടത് മാത്രമാണ്. കഴിഞ്ഞ മീറ്റിങ്ങിന് വിനോദൻ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഭിരാമി റിസൈൻ ഇട്ടില്ലേ, ഇനി തുടങ്ങിക്കോ. കാരണം വെച്ചാല് ഇനി RCMലേക്ക് വരാനുള്ള ടൈമാണ്. കാരണം വെച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് ആ ടൈമിൽ ഞാൻ ചെയ്തത് എന്റെ ഒരു ആരോഗ്യം കാര്യങ്ങളും എനിക്ക് ആ ഒരു ഇത് എനിക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം വെച്ചാൽ എനിക്ക് ഇവിടെ ആരോഗ്യം കിട്ടും, സാമ്പത്തികം കിട്ടും, സമാധാനം കിട്ടും. കാരണം എന്റെ മേളില് ഒരു ഹൈറാർക്കി എന്ന് പറഞ്ഞ ഒരു ടീം ഇല്ല. എന്ന് വെച്ചാൽ ഹൈറാർക്കി ഇല്ല ഇവിടെ. കാരണം നിങ്ങൾക്ക് ആ ഒരു ഹൈറാർക്കി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഇവിടെ അങ്ങനെ നിലനിന്ന് പോവില്ല. കാരണം വെച്ചാൽ നമ്മളാണ് ഇവിടുത്തെ മെയിൻ, നമ്മളാണ് ഇവിടുത്തെ ഹെഡ്. നമ്മളെ മേളിൽ ആരും പ്രഷർ ചെയ്യാൻ നമ്മളെ ആരും തന്നെ ഇല്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ടീം ലീഡർ ആണ്. നമ്മൾ ഏത് ടൈമിലും ഒരു നമ്മുടെ താഴെയിൽ അണ്ടറിലുള്ള ടീം മെമ്പേഴ്സിനെ ഫോളോ അപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം ഫോളോ അപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ടീം ബിൽഡപ്പ് ആണ് വേണ്ടത്. RCMലായിക്കോട്ടെ, നമ്മളിപ്പോ വീട്ടു സാധനങ്ങളും കാര്യങ്ങളും എല്ലാം എടുക്കുന്നതാണ്. ഇപ്പൊ കൂടുതലായിട്ടും നോക്കുകയാണെങ്കിൽ നമ്മൾ ബ്യൂട്ടി പ്രോഡക്റ്റ്, എത്രയോ ആൾക്കാരെ മീറ്റിംഗ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതുവരെ യൂത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ മീറ്റിങ്ങുകളും ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് കിട്ടുന്നത് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ പോയിന്റ്സ് ബേസിൽ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ റിഷാൽ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ ആരും ബോറടിപ്പിക്കുന്നില്ല, ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ
റിഷാൽ സാറിനോട് പറഞ്ഞു എന്ന് വെച്ചാൽ കുറച്ച് കഴിയട്ടെ, മീറ്റിംഗ് എല്ലാം ഞാൻ കേൾക്കാം. അതായത് കുറച്ച് പോയിന്റ്സ് ബേസിൽ എനിക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും പോയിന്റ് കിട്ടിയാലോ. നാരായണ സാറിന്റെ മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കൂത്തുപറമ്പിൽ വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ വിചാരിച്ച ആ സാറിന്റെ വായിന്ന് കിട്ടിയ ഒരു കാര്യമാണ്, അത് ഒരു മെയിൻ പോയിന്റ് ആണ്, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഗാന്ധിജി നമുക്ക് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് പോരാടിയിട്ടുള്ളത്. അപ്പൊ TCG നമുക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്ത, സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാണ് പോരാടുന്നത്. അതായത് നമുക്ക് ഓരോ ആൾക്കാരുണ്ടായിരുന്നു, അതായത് ഇപ്പൊ നമ്മളെ പോലത്തെ കുറെ ടീം മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് സാമ്പത്തികം ഉണ്ടാക്കി തരിക എന്നുള്ള ഒറ്റൊരു ലക്ഷ്യമാണ് അവർക്കും ഉള്ളത്, TCGക്ക് ഉള്ളത്. ഇപ്പൊ TCG എല്ലാവർക്കും അറിയാലോ, ആരാന്നെല്ലാം അറിയാലോ. ഓക്കെ, അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്ന ഒരു ഓപ്പർച്യൂണിറ്റി, നമ്മളെ ഇത്ര കാലമായിട്ടും ചില ആൾക്കാരും ഇപ്പൊ കുറെ മെമ്പേഴ്സ് ഉണ്ട്, ഇപ്പൊ ഞാൻ ഉൾപ്പെടാം, ഇതുവരെ ഞാൻ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് എടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം ഇതിന് നമ്മള് നമുക്ക് എല്ലാവരും ചെയ്യുന്നത് എന്ന് വെച്ചാൽ സാമ്പത്തികം ഉണ്ടാക്കുക, വരുമാനം ഉണ്ടാക്കുക, നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്താം. ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാവും, ഓരോരുത്തർക്ക് ഓരോ ലക്ഷ്യബോധമുണ്ട്. എനിക്കും ലക്ഷ്യബോധമുണ്ട്. കാരണം വെച്ചാല് ഞാൻ ഒരു വർക്കിന് കയറുന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിലെ സാമ്പത്തിക സാഹചര്യങ്ങൾ ഇപ്പൊ അതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ നമുക്ക് ഇപ്പൊ നോക്കുകയാണെങ്കിൽ സാമ്പത്തികം ഉണ്ട്, നമുക്ക് RCM സാമ്പത്തികം തരുന്നുണ്ട്, ആരോഗ്യം തരുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആ ഒരു ടൈമില് എനിക്ക് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാല് സാമ്പത്തിക കുറവ് കാര്യങ്ങള്, എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ വീട്ടുകാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ആ ഒരു ഒറ്റൊരു ചിന്തയാ. അല്ലാണ്ട് പെട്ടെന്ന്, അതായത് ഈ ചെറിയ എനിക്ക് ആ ഒരു ടൈമിൽ എനിക്ക് വർക്ക് വേണം എന്ന ഉള്ള ചിന്തയല്ല. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത്ര കാലം എന്റെ അമ്മയും അച്ഛനും എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി. അപ്പൊ എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും, അത് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോ നമുക്ക് RCMൽ പലരും പറയുന്ന ഞാൻ മീറ്റിംഗ് കേട്ടിട്ടുണ്ട്, അതായത് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കാനുള്ളത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് അവർക്കും സേഫ് ആയിട്ട് നിൽക്കാന്നുള്ള ഇത്. അതായത് RCM ആ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. എന്ന് വെച്ചാല് നമ്മള് ഇവിടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഇത് ഒരിക്കലും അത് വെറുതെ ആയി പോകുന്നില്ല, അത് നമ്മുടെ തലമുറയ്ക്കും കൈമാറാൻ പറ്റുന്നുണ്ട്. ഞാൻ ആ ഒരു ഇത് ഇനി RCMലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുകയാണ്. കാരണം വെച്ചാല് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ മക്കൾക്കും നമ്മുടെ തലമുറക്കും നമ്മൾ കൈമാറുക. അതെന്തും ആയിക്കോട്ടെ, ആരോഗ്യം ആയിക്കോട്ടെ, സാമ്പത്തികം ആയിക്കോട്ടെ. അതായത് ഒരിക്കലും നമ്മുടെ വിഷമങ്ങൾ നമ്മളെ മക്കളിലേക്ക് ഒരിക്കലും അങ്ങ് പാസ് ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ അവരൊരിക്കലും ആ ഒരു കഷ്ടപ്പാടിലേക്ക് അനുഭവിക്കാതിരിക്കുക എന്ന ഒരു മെന്റാലിറ്റിയും കൂടി നമുക്ക് വേണ്ടതാണ്. ഇപ്പൊ നമ്മള് RCMലെ ഓരോ പ്രോഡക്റ്റും, ഇപ്പൊ നമ്മള് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇപ്പൊ പുതിയ തലമുറക്കാര് പല ഡ്രഗ്സിലും കാര്യങ്ങളിലും ഏർപ്പെടുന്നുണ്ട്. അതായത് അവര് അച്ഛനും അമ്മയും എങ്ങനെ കഷ്ടപ്പെടുന്നോ അങ്ങനെയൊന്നും ചിന്തിക്കുന്നത് തന്നെയില്ല. ഡ്രഗ്സിലും കാര്യങ്ങളിലും ഏർപ്പെട്ടിട്ട് അവരുടെ ജീവിതം തന്നെ അവര് നശിപ്പിക്കുന്നുണ്ട്. അപ്പൊ പുതുതലമുറക്കാര് യൂത്തിനോട് എനിക്ക് പറയാനുള്ള ഒറ്റൊന്നേലും, നമ്മുടെ ലഹരി എന്ന് പറയുന്നത് ഈ ഡ്രഗ്സ് അല്ല. എന്നുവെച്ചാൽ നമ്മുടെ ഒരു ബ്രാൻഡിനെ കണ്ടെത്തുകയും ആ ബ്രാൻഡിന്റെ വളർച്ച കണ്ട് അതിൽ കിട്ടുന്ന ഒരു കിക്ക് ഉണ്ട്, അതാണ് സത്യം പറഞ്ഞ നമ്മുടെ ലഹരി എന്ന് പറയുന്നത്. RCM ആണ് നമുക്ക് ബ്രാൻഡ് എന്ന് പറയുന്നത്. RCMലൂടെ കിട്ടുന്ന ഒരു വളർച്ച, RCMൽ കിട്ടുന്ന ഒരു വരുമാനം, ആ ഒരു കിക്ക് അനുഭവിച്ച ഏറ്റവും കൂടുതൽ ബിഗ് ടീം ലീഡേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോ നിങ്ങൾ ചിന്തിക്കേണ്ട ഒറ്റൊന്നാണ്, ലഹരിയായിട്ട് RCMനെ ലഹരിയായിട്ട് കാണുക, അതിൽ കിട്ടിയിട്ട് അതിലുള്ള കിക്ക് നമ്മൾ ആസ്വദിക്കുക, ആ ഒരു വളർച്ച നമ്മൾ കണ്ട് വളരുക. അതാണ് യൂത്ത് മെയിൻ ആയിട്ട് ലഹരിയായിട്ട് ഒന്ന് നോക്കേണ്ടത്, ചിന്തിക്കേണ്ടത് തന്നെ. കാരണം ഇപ്പൊ നമ്മൾ പല മോട്ടിവേഷനും കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ആ ഒരു 24 മണിക്കൂർ കഴിഞ്ഞാൽ ആ മോട്ടിവേഷനും കാര്യങ്ങൾക്കും ഒരു ഇതുമില്ല. കാരണം ആ ടൈമിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയിട്ട് നിൽക്കും. ഇപ്പൊ ഞാൻ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാനും പല മോട്ടിവേഷനും കാര്യങ്ങളും മീറ്റിംഗും കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. അതിൽ സാറിന്റെ തന്നെ കുറെ മോട്ടിവേഷൻ മീറ്റിംഗും കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. റിഷാൽ സാറ് എല്ലാരും പറയുന്ന അനുഭവങ്ങൾ തന്നെ നമുക്ക് മോട്ടിവേഷൻ ആവും. പക്ഷെ ആ ഒരു ടൈമിൽ മാത്രം, ഒരു 24 മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ വേറെ ചിന്തകളും കാര്യങ്ങളും വരും. നമ്മൾ അതിലേക്ക് മാത്രം ഇൻവോൾവ് ആവും.
ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു തവള നമ്മളെല്ലാവരും തന്നെ ബോധേഡ് ആവുന്നത് വെച്ചാൽ മറ്റുള്ളവരെന്ത് ചിന്തിക്കും, അവരെന്ത് പറയും. ഇപ്പൊ എനിക്ക് ഒരു ഇതുമില്ല. കാരണം വെച്ചാൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എന്റെ മീറ്റിംഗിലും തന്നെ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും സ്റ്റാർട്ടിങ് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ അത് ഓക്കെ ആവും. അതായത് ഞാൻ ഇത് കുറെ ദിവസം, അതായത് കുറെ കാലങ്ങൾ പ്രാക്ടീസും കാര്യങ്ങളും ഇത്ര ദിവസമായിട്ട് ഞാൻ ഇതുവരെ ഇതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ബട്ട് ഇനിയത്തെ മീറ്റിങ്ങുകളിലെല്ലാം ഞാൻ കൂടുതലായിട്ട് പങ്കെടുക്കുകയും ചെയ്യും, ഞാൻ പെർഫോം ചെയ്യുകയും ചെയ്യും. അപ്പൊ എനിക്ക് ആ ഒരു സ്കില്ലും കാര്യങ്ങളും താനെ വന്നോളും. എന്നുവെച്ചാൽ എനിക്ക് കിട്ടുന്ന ഒരു അവസരങ്ങൾ പോലും ഞാൻ പാഴാക്കൂല. കാരണം എന്നോട് ഇപ്പൊ ഇനി ഒരു റിഷാദ് സർ എന്നോട് ഒരു മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. കാരണം എന്റെ ഈ പോരായ്മ എനിക്ക് അത് മാറ്റിമറിക്കാൻ എനിക്ക് അടുത്തൊരു മീറ്റിംഗ് എനിക്ക് സാധിക്കും. കാരണം വെച്ചാൽ ആ ഒരു പോരായ്മയിൽ ഉണ്ടായത് എനിക്ക് പിന്നീട് ഒരു വിജയമായിട്ട് തീരും. ആ ഒരു സെക്കൻഡ്സ് ടൈമിൽ എനിക്കുണ്ടായ ഒരു സ്റ്റക്കും കാര്യങ്ങളും പിന്നീടുള്ള മീറ്റിംഗിൽ എനിക്ക് ഫ്ലുവന്റ് ആയിട്ട് പറയാൻ പറ്റും. അത് ഞാൻ സാറിനോട് പറഞ്ഞു. അതായത് എനിക്ക് നോക്കുകയാണെങ്കിൽ നല്ല കോൺഫിഡൻസ് ആയിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് സംസാരിക്കാൻ പറ്റും. അതായത് എന്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ എനിക്ക് കൂടുതലായിട്ട് നല്ല രീതിക്ക് തന്നെ സംസാരിക്കാൻ പറ്റും എന്നുള്ള ഒറ്റൊരു കോൺഫിഡൻസ് ആണ്. ഇപ്പൊ നിങ്ങളിലും വരേണ്ടത് ആ ഒരു കോൺഫിഡൻസ് ആണ്. തെറ്റിക്കോട്ടെ, എന്ത് പറ്റിയാലും കുഴപ്പമില്ല. തെറ്റിയാലും നമുക്ക് അത് ശരിയാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആർസിഎം. അതായത് നമ്മുടെ മെമ്പേഴ്സ് ആണ്. ഈ ടീമിലെ ഒരു മെമ്പേഴ്സ് പോലും അങ്ങനെ മോശമായിട്ട് ചിന്തിക്കൂല. അയ്യോ ആ കുട്ടി അങ്ങനെയാണല്ലോ പറഞ്ഞ, അല്ലെങ്കിൽ അദ്ദേഹം എന്താ അങ്ങനെ അവിടെ എന്തോ സ്റ്റക്ക് ആയിപ്പോയി, ഒരിക്കലും പറയൂല. കാരണം വെച്ചാൽ അവരിലും കിട്ടും ചെറിയ ചെറിയ നല്ല പോയിന്റ്സുകൾ. നമ്മൾ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ്സുകളും കാര്യങ്ങളും നമുക്ക് അതിൽ കിട്ടുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ അവരെ പോരായ്മയല്ല നോക്കുക, അവരിൽ എന്തെങ്കിലും പോയിന്റ് ബേസിൽ എന്തെങ്കിലും എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പോയിന്റ്, ശരിയായ പോയിന്റ് ഉണ്ടോ നോക്കൂ. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും, ഞാൻ പറഞ്ഞു, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള ഒറ്റൊരു ബോധേഡാവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ എല്ലാ സമൂഹത്തിൽ എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലം ആണ്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും. ഇപ്പൊ ഡ്രസ്സിങ് ആയിക്കോട്ടെ, ഫേസിലിടുന്ന മേക്കപ്പ് ആയിക്കോട്ടെ, എല്ലാം ചിന്തിക്കും. അതിനെ കുറിച്ചൊന്നും ബോധേഡാവണ്ട. ഞാൻ മുന്നേ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു തവളയുടെ കഥ. ഒരു ഇതില് കുറച്ച് ആൾക്കാരെ ഉണ്ടാവും. ഇപ്പൊ പുതിയ ആൾക്കാരും ഉണ്ട്, അപ്പൊ അവരൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ഒരു കണ്ണും ചെവിയും കാണാത്ത തവള. എപ്പോഴും ഒരു പാറ, അതായത് ഒരു കുളവും അതിന്റെ ഇടയിൽ കുറെ തവളകളും. ഈ ഒറ്റൊരു തവള ഉണ്ടായിരുന്നു, ചെവിയും കണ്ണും കാണാത്ത ഒരു തവള. എല്ലാ ദിവസവും ഈ പാറയുടെ മുകളിലേക്ക് കയറാൻ വേണ്ടിട്ട് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യും. അതായത് മറ്റു തവളകൾക്കൊന്നും അതിലേക്ക് കയറാനുള്ള ഒരു ഒരു അവര് കയറാൻ വേണ്ടിട്ട് ഇതുവരെ നോക്കിയിട്ട് പരിശ്രമിച്ചിട്ടുമില്ല. പക്ഷേല് ഈ ചെവിയും കണ്ണും കാണാത്ത തവളനെ എപ്പോഴും ഇവര് പരിഹസിക്കുമായിരുന്നു. നീ എത്ര കാലായി, അതായത് ചെവിയും കണ്ണും കാണൂല, നീ എത്ര കാലായി ഇതിന്റെ മുകളിലേക്ക് കേറാൻ നോക്കിയിട്ട്, ഇതുവരെ സാധിച്ചിട്ടുണ്ടാ, നിന്നെ കൊണ്ട് പറ്റൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഏത് സമയം അവനെ കളിയാക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ആ തവള ചിന്തിച്ചത് എന്നെ അവരെല്ലാവരും കൂടെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നാണ്. എന്നുവെച്ചാ ആ ഒരു കണ്ണും ചെവിയും കാണാത്തത് കൊണ്ട് തന്നെ ഇവര് പറയുന്നതും അവർക്ക് മനസ്സിലാവുന്നില്ല, ഈ തവളക്ക് മനസ്സിലാവുന്നില്ല. എന്ന് വെച്ചാല് ഇവരെന്തോ പറയുന്നുണ്ട്, എന്നെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു എന്നുള്ള ചിന്തയായിരുന്നു ഈ കണ്ണും ചെവിയും കാണാത്ത തവളക്ക്. ബാക്കിയുള്ളവരെല്ലാവരും ഇവനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു, കയ്യും മുട്ടി കളിയാക്കിയിരുന്നു. അപ്പോ അവര് വിചാരിച്ചു ഒരു ടൈമിൽ ഈ തവള ആ ഒരു പാറേന്റെ മുകളിൽ പരിശ്രമിച്ച് ഒരു ദിവസം ആ പാറേന്റെ മുകളിൽ ആ തവള കയറി. അതായത് ഇവരെ ഭാഗത്ത് നിന്ന് ഒന്നും തന്നെ ചിന്തിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ അവർ പ്രോത്സാഹിപ്പിക്കുന്ന രീതിക്കാണ് അത് ഏത് സമയം പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഏത് ടൈമിലും അവനെ അവഗണിക്കുകയായിരുന്നു ചെയ്യുന്നത്. അത് തന്നെയാണ് ഈ ആർസിഎമ്മിലും നമുക്ക് നടന്നുകൊണ്ടിരുന്നത്. കാരണം വെച്ചാല് ഇപ്പൊ ആർസിഎമ്മില് എന്റെ അമ്മയും ഞാനും ആർസിഎമ്മിലേക്ക് കയറി വരുമ്പോ ശ്രീനിവാസ സാറോട് ഞാൻ പറഞ്ഞിട്ടുണ്ടത്, ശ്രീനിവാസ സാറേ ഇതൊന്നും നടക്കില്ല. കാരണം വെച്ചാല് ഇങ്ങനത്തെ കുറെ സംഭവങ്ങളും കാര്യങ്ങളും തട്ടിപ്പും കാര്യങ്ങളൊക്കെ കുറെ ഉണ്ട്, ഇതൊന്നും നടക്കൂല എന്ന് പറഞ്ഞ ഞാനാണ് ഇപ്പൊ ആർസിഎമ്മിനെ അത്രയും ഇതായിട്ട് ഇഷ്ടപ്പെടുന്നത്. കാരണം വെച്ചാൽ ഞാൻ അവഗണിച്ചിരുന്നു. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ അമ്മ ഈ തവളയായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ അമ്മേനെ ഏത് സമയം, അമ്മ നടക്കൂല, വേണ്ട വേണ്ട, പക്ഷെ അത് എന്റെ അമ്മ കേൾക്കാൻ നിന്നിരുന്നെങ്കിൽ
ഒരിക്കലും അമ്മക്ക് ആർസിഎമ്മിലേക്ക് കയറാൻ പറ്റൂലായിരുന്നു. അത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നതോ ഞാൻ ചെയ്യുന്നതോ ഒന്നും തന്നെ അമ്മ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അമ്മ ആർസിഎമ്മിലേക്ക് കയറി. അതില് വിജയം കണ്ടു. അമ്മ ഒരു ദിവസം അതിൻ്റെ അകത്തുനിന്ന് സക്സസ് ആയി. അമ്മ ആ സ്റ്റേജിൽ കയറിയ ടൈമിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഇതിനെ വിശ്വസിക്കുകയും ഭയങ്കരമായിട്ട് ഏറ്റെടുക്കുകയും ചെയ്തത്. കാരണം വെച്ചാൽ അമ്മക്കുണ്ടായ അതായത് സ്റ്റേജിൽ അമ്മ ആദ്യമായിട്ടാണ് ഒരു പ്രോഗ്രാമിൽ കയറുന്നതും അമ്മ അന്ന് ആ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നതും. ആദ്യമായിട്ട് അമ്മ സ്റ്റേജിൽ സംസാരിക്കുമ്പോൾ ഇത് എന്റെ അവസ്ഥ തന്നെ. കാരണം വെച്ചാൽ എന്താണ് സംസാരിക്കേണ്ടത് എന്നൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല. ആർസിഎമ്മില് എന്ന് വെച്ചാൽ എന്താണ് സംസാരിക്കേണ്ടത്, എന്താണ് പറയേണ്ടത്. അമ്മ ഒരു സ്റ്റേജ് ഫിയർ, അതായത് ഭയങ്കര പേടിയായിരുന്നു സ്റ്റേജിലേക്ക് കയറാൻ. പക്ഷെ അമ്മ എല്ലാ മീറ്റിനും കയറി ആർസിഎമ്മിനെ കുറിച്ച് ജസ്റ്റ് അമ്മേനെ കുറിച്ച് പരിചയപ്പെടുത്താനെങ്കിലും പഠിച്ചു. അത് തന്നെയാണ് ആർസിഎമ്മിന്റെ മീറ്റിങ്ങിലൂടെ കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം. നമുക്ക് ഒരു സ്റ്റേജിൽ കയറിയിട്ട് സംസാരിക്കാനുള്ള ഏറ്റവും വലിയ കഴിവ് ആർസിഎം നമുക്ക് തരുന്നുണ്ട്. അതുമാത്രമല്ല, സ്ത്രീ ശാക്തീകരണം, അതായത് സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടാക്കുക. നമുക്ക് നോക്കുകയാണെങ്കിൽ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ പണ്ടത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഭാര്യമാരെ പണിക്ക് വിടൂല. ഭർത്താക്കന്മാര് കൊണ്ടുതരുന്നത് ഭാര്യമാര് തിന്ന, അത്രയുള്ളൂ. ദാരിദ്ര്യം ഉണ്ടെങ്കിൽ ദാരിദ്ര്യം. ബട്ട് ഇപ്പൊ നോക്കുകയാണെങ്കിൽ കാലങ്ങളെ മാറിക്കഴിഞ്ഞു. കാരണം വെച്ചാൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികളടക്കം ഇപ്പൊ ജനിച്ചു വളരുന്ന കുട്ടികൾ നോക്കുകയാണെങ്കിൽ അതായത് എല്ലാരും ഹൈടെക് ആണ്. ഇപ്പൊ ഫോണിൽ തന്നെയാണ് എല്ലാരും. എന്ന് വെച്ചാൽ ഫോണിനെ കുറിച്ച് ആയിക്കോട്ടെ എല്ലാം തന്നെ അറിയാം. അതേപോലത്തെ നമുക്ക് ജനിച്ചു വളരുന്ന കുട്ടിയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആർസിഎം. ആർസിഎമ്മിൽ കിട്ടുന്നതാണ് ഇപ്പൊ നോക്കുവാണെങ്കിൽ കിഡ്സ്, ന്യൂട്രിചാർജിന്റെ കിഡ്സും കാര്യങ്ങളും. ഇപ്പൊ കുട്ടികൾക്ക് തുടങ്ങുന്ന ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ കുട്ടികൾക്ക് പാമ്പേഴ്സും കാര്യങ്ങളും ആർസിഎമ്മിൽ വന്നിട്ടുള്ള പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ എത്രയോ കൂടുതലാണ്. അതായത് നമ്മൾ വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങൾ, ഇപ്പൊ ഡ്രസ്സ് മുതലായിക്കോട്ടെ, ഡ്രസ്സ് കാര്യങ്ങൾ. ഇപ്പൊ ഇന്ന് ഒരു മീറ്റിംഗിൽ എല്ലാരും ആരെല്ലോ പറഞ്ഞു, ഞാൻ ഇന്ന് ഞാൻ ആർസിഎമ്മിന്റെ ഡ്രസ്സും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ നമുക്കും പറ്റും എന്ന് വെച്ചാൽ നമ്മളും ഇനി എല്ലാവരും തന്നെ ആർസിഎമ്മിലേക്ക് മാറുകയാണ്. എന്ന് വെച്ചാൽ ആർസിഎമ്മിന്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് പ്രൊമോട്ട് ചെയ്യാം. ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ യൂസ് ചെയ്തിട്ട് മാത്രമേ മറ്റുള്ളവർക്ക്, അതായത് അത്രയും കോൺഫിഡൻസോടെ നമുക്ക് പറയാം. ഇപ്പൊ ഞാനൊരു സാധനം ഞാൻ യൂസ് ചെയ്യാത്ത, ഞാൻ ഇപ്പോ ആർസിഎമ്മിന്റെ ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ ഫേസ് ക്രീം മൾട്ടിപർപ്പസ് ഞാൻ ഇപ്പോ ഒരാൾക്ക് കൊടുക്കാൻ പോവാ. അപ്പൊ അവരോട് പറയാ, അല്ല സാറേ ഇത് യൂസ് ചെയ്ത് നോക്ക്, അടിപൊളിയാണ്. എന്ന് വെച്ചാല് ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ നല്ലോണം വെളുക്കും. ഒരിക്കലും പറയാൻ പാടില്ല. എന്നുവെച്ചാൽ നമ്മൾ യൂസ് ചെയ്യാണ്ട് ഒരിക്കലും പറയണ്ട. പക്ഷെ നമ്മളെ യൂസ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കാണുമ്പോല നമുക്ക് കിട്ടുന്ന ചില ആളുണ്ട്. നമുക്ക് യൂസ് ചെയ്ത് നമ്മള് ഓക്കെ ആയി, നമ്മള് കുറച്ച് മാറ്റം വന്ന് നല്ല സുന്ദരിയായി. ഇപ്പൊ ഞാൻ യൂസ് ചെയ്തത്, ഞാനിപ്പോ മൾട്ടിപർപ്പസ് യൂസ് ചെയ്ത് ഞാൻ കുറച്ച് ബ്രൈറ്റൻ ആയിട്ട് തോന്നി. എന്റെ അടുത്ത വീട്ടിലെ ചേച്ചി ചോദിക്കാ, അമ്മു നീ എന്താണ് തേക്കുന്നേന്ന് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറയും, ഞാനൊന്നും തേക്കുന്നില്ല. സത്യം വരാമോ ഇത്? ഇല്ല, ഞാനൊന്നും തേക്കുന്നില്ല ചേച്ചി, ഇത് താനെ വന്നതാ. ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തിലുള്ള കുറെ ആൾക്കാർക്കുള്ള ഒരു സ്വഭാവമാണ് ഇത്. എന്നുവെച്ചാൽ നമ്മളെ യൂസ് ചെയ്യുന്ന സാധനം നമുക്ക് നല്ലതാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പറഞ്ഞു കൊടുക്കൂല. എല്ലാരും തന്നെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ പക്ഷേല് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നേട്ടം വേണമെന്നുണ്ടെങ്കിൽ നമ്മള് ഇതിനെക്കുറിച്ച് ആർസിഎം പ്രോഡക്റ്റിനെ കുറിച്ച്, ഇപ്പൊ ഞാൻ മൾട്ടിപർപ്പസ് യൂസ് ചെയ്ത് എനിക്ക് നല്ല ബ്രൈറ്റനിങ് തോന്നി. പക്ഷെ ഞാൻ ഓളോട് പ്രൊവൈഡ് ചെയ്തില്ല. പക്ഷേ അത് പ്രൊവൈഡ് ചെയ്യാം. നമ്മളിങ്ങനെ ചിന്തിക്കാണ്, നമുക്ക് ഉണ്ടാകുന്ന നേട്ടം മറ്റുള്ളവർക്ക് കിട്ടണമെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അതാണ് നമുക്ക് ആർസിഎം ആദ്യം തന്നെ പറയുന്നത്. എന്ന് വെച്ചാല് നമുക്ക് അപ്പുറത്തെ ആൾക്കാരോട് ഒരിക്കലും കുശുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ വെക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ നമ്മൾ ആർസിഎമ്മിനെ മനസ്സിലാക്കുക. അത് മാത്രമല്ല, മറ്റുള്ളവർക്ക് ആ നന്മ എത്തിച്ചു കൊടുക്കാൻ നോക്കുക. കാരണം നമ്മൾ മാത്രം നന്നായി പോരല്ലേ, മറ്റുള്ളവരും നന്നാട്ടെ. എല്ലാവരും ഇപ്പൊ നോക്കുകയാണെങ്കിൽ ദാരിദ്ര്യവും എല്ലാവരും കുറെ കുഞ്ഞുങ്ങളടക്കം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളാ. അപ്പൊ അവർക്കെല്ലാം നമ്മൾ നേട്ടം ഉണ്ടായിക്കോട്ടെ എന്നായി ചിന്തിക്കാവൂ. എന്നുവെച്ചാൽ ഒരിക്കലും ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നമുക്ക് നോക്കുകയാണെങ്കിൽ സമൂഹത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഒരാളോട് നമ്മളെ കുറിച്ച്, അയ്യോ എന്റെ കയ്യിലൊന്നുമില്ല, പൈസ ഇല്ല, എനിക്കൊരു 200 റുപ്യ തരുമോ നമ്മൾ ചോദിക്കുന്നത്.
ഒരിക്കലും ചോദിക്കണ്ട. എന്ന് വെച്ചാൽ നമ്മൾ ചോദിച്ച ആൾക്കാര് അവർക്കൊന്നും അവർ തരുകയില്ല. അത് മാത്രല്ല അവർക്ക് അവര് സന്തോഷിക്കുക. നമ്മുടെ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളായിട്ട് മനസ്സിലാക്കി നമ്മൾ ചെയ്യാം. അത് മറ്റുള്ളവരോട് പറയാന്നുണ്ടെങ്കിൽ അവരില് നമുക്ക് സന്തോഷം, അവർക്ക് സന്തോഷം മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. ആ കാര്യത്തിൽ അവർ സന്തോഷിക്കുക. അവർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല, നമ്മൾ അവർക്കൊരു സന്തോഷം കൊടുക്കുന്നു. അതിനെ കൊണ്ട് നമുക്ക് കാര്യമില്ല, നേട്ടമില്ല. നമ്മൾ എന്താന്ന് വെച്ചാൽ നമ്മള് പരിശ്രമിക്കാം, മാക്സിമം എഫേർട്ട് എടുക്കാം. നമ്മൾ ഇതിനു വേണ്ടി കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ല നല്ല കാര്യങ്ങൾ, അതായത് നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് സാമ്പത്തികം. എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല മാഡം, ഇല്ല കണ്ടിന്യൂ. ഓക്കെ, എന്ന് വെച്ചാല് ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും മെയിൻ ആയിട്ട് ദാരിദ്ര്യം അല്ലെ സാമ്പത്തിക പ്രശ്നം കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഇപ്പോ നമ്മളെല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നു, അയ്യോ എനിക്ക് സാമ്പത്തികമില്ല. അതൊരിക്കൽ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനെന്താണ് പരിഹാരം, നമ്മൾ എന്താണ് അതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇടേണ്ടത്. എഫേർട്ട് ഇടാണ്ട് ഇവിടെ ഒരിക്കലും സക്സസ് ഉണ്ടാവില്ല. അത് ഏതൊരു ഫീൽഡ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമുക്കൊരു സക്സസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മളെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം വെച്ചാൽ ആദ്യമായിട്ട് പരിശ്രമിക്കാം മാക്സിമം. ഇതിൽ നോക്കുകയാണെങ്കിൽ എംറാൾഡ് വിനോദൻ സാറും പിന്നെ മറ്റു സുഭാഷ് സാറെല്ലാം ഉണ്ട്. അപ്പൊ അവര് അതിനായിട്ട് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞു. നമ്മളും കൂടെ ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ ടീമിന്റെ മെമ്പേഴ്സിനെ ഇന്ന് സാറ് മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിനോദ സാർ പറഞ്ഞിട്ടുണ്ട്, എന്റെ എന്നെ കൈപിടിച്ച് കയറ്റിയ ആളെ ഞാൻ ഒരിക്കലും കൈവിട്ടിട്ടില്ല. കാരണം പക്ഷേ ഞാൻ അതിന് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്, പക്ഷെ ആ കൈ ഒരിക്കലും ഞാൻ ഇളക്കുകയില്ല. അതാണ് നമ്മളെ ആർസ്യം, അതാണ് നമ്മൾ വേണ്ടത്. കാരണം ഒരു ടീം ലീഡർ ഒരിക്കലും നമ്മുടെ ടീം മെമ്പേഴ്സിനെ ഒരിക്കലും കൈവിടാണ്ടിരിക്കുക. നമ്മൾ ഏത് സമയം ഫോളോ അപ്പ് ചെയ്യുക. അത് മാത്രമല്ല നമ്മുടെ വളർച്ചയിൽ നമ്മൾ അഹങ്കരിക്കാതിരിക്കുക. അത് മാത്രമല്ല നമ്മുടെ ടീമിലെ മെമ്പേഴ്സിന്റെ വളർച്ചയിൽ അഹങ്കരിക്കാതിരിക്കുക. കാരണം അവര് വളർന്നോട്ടെ, പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പെർഫോമൻസിന്റെ കുറവ് കൊണ്ടാണ് അവര് നമ്മളെ ഹെഡിലേക്ക് എത്തുന്നത്. അതിന് നമ്മൾ ഒരിക്കലും എന്താ പറയാ കുശുമ്പ് പിടിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമില്ല. കാരണം വെച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ അവരെ വളർത്തിയെടുക്കുക. അപ്പൊ അതിന്റെ കൂടെ നമ്മളും വളരുക. ഇവിടെ പ്രഷറോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാം അത്രയും ഫ്രീ ആണ്. ഞാൻ ചിന്തിക്കും, കാരണം വെച്ചാൽ ആ ടൈമിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ ചിന്തിക്കുന്നത്, സത്യം പറഞ്ഞ RCMൽ ഞാനൊന്ന് മെനക്കെട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ഇതെങ്കിലും എനിക്ക് കിട്ടായിരുന്നു. ഇപ്പൊ ആകാശും അല്ലെ അതുലെല്ലാം നോക്കുകയാണെങ്കിൽ അവനെല്ലാം നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ചിന്ത വന്നത് തന്നെ ഈ യൂത്ത് വന്നതിന് ശേഷം. കാരണം വെച്ചാൽ ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ യൂത്തിലെ ഓരോ മെമ്പേഴ്സ്, ഞാൻ പുതിയ ആൾക്കാരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് എനിക്ക് എന്താണ് സംഭവിച്ചത്, ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാതിരുന്നത്. പക്ഷേ സത്യത്തിൽ എന്റെ വർക്ക് പ്രഷറും കാര്യങ്ങളും കൊണ്ടാണ്. കാരണം ഞാൻ വർക്കിന് മെയിൻ ആയിട്ട് അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും വെച്ചാൽ അത്രയും എന്റെ മെന്റലി നോക്കുകയാണെങ്കിൽ എന്റെ സ്ട്രെങ്ത്, എന്റെ ആരോഗ്യം എല്ലാം തന്നെ ഒരു ടൈമിൽ അതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ടൈം തന്നെ ഞാൻ വേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1.5 കൊല്ലം ഞാൻ അതിനു വേണ്ടിയിട്ടായിട്ട് കളഞ്ഞു. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയും ബാങ്കിങ് ഫീൽഡെല്ലാം ആകുമ്പോൾ നമുക്ക് PF കാര്യങ്ങളെല്ലാം കിട്ടും. പക്ഷെ അത് എത്രന്ന് വിചാരിച്ചിട്ടാണ്? നമുക്ക് കിട്ടുന്ന സാലറിന്റെ ചെറിയൊരു ഭാഗമാണ് നമുക്ക് PF ആയിട്ടെല്ലാം പോകുന്നത്. അതിനകത്ത് മെഡിക്കൽ എല്ലാം ഉണ്ട്. നമ്മൾ മെഡിക്കൽ എടുക്കാന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ അത് പോയിട്ട് അത് നമ്മൾ റെഡി ചെയ്തെടുക്കുക. നമ്മൾ ഹോസ്പിറ്റലിൽ പോയില്ലേ അത് നമുക്ക് നഷ്ടവും ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ പ്രോഡക്റ്റ് നല്ല രീതിക്ക്, ഇപ്പൊ ഞാൻ അധികം പ്ലാനിങ്ങും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ, നമ്മളെ ഇതിന്റെ പ്ലാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്ന് വെച്ചാല് നമുക്ക് പല രീതിക്കും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഒന്ന് ടീമിന്റെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്വന്തം യൂസ് ചെയ്യുമ്പോൾ, നമ്മൾ സ്വയമായിട്ട് ആർട്സിന്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ, നമ്മളൊരു മെമ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു ചെറിയ എമൗണ്ട് കുറഞ്ഞിട്ട് കിട്ടുകയും ചെയ്യും. അത് മാത്രല്ല നമ്മളൊരു ടീമിനെ ബിൽഡ് ചെയ്യാന്നുണ്ട്, ടീം മെമ്പേഴ്സിനെ ബിൽഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ പറയൂ. നമ്മുടെ ലിങ്ക് ഇനി ഒരു 5 മിനിറ്റ് കൂടിയേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ടൊന്ന് കൺക്ലൂഡ് ചെയ്യാം.
ശരി. ഓക്കെ. ആ ഇപ്പൊ നമുക്ക് പല രീതിക്ക് തന്നെ നമുക്ക് ഇപ്പൊ നമുക്ക് വരുമാനം കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ഇപ്പൊ പുതിയ വന്ന കുട്ടികളോട് നോക്കുകയാണെങ്കിൽ ആ ടീമും പ്ലാനിങ്ങും കാര്യങ്ങളും ഇനിയത്തെ ക്ലാസ്സുകളിലേക്ക് ആയിട്ട് മാറ്റി വെക്കുമായിരിക്കും. ഇപ്പൊ എന്റെ അനുഭവങ്ങളും കാര്യങ്ങളുമാണ് ഇപ്പൊ മെയിൻ ആയിട്ട് പറഞ്ഞത്. ഇപ്പം വർക്കിന്റെ കാര്യം ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആർസിഎമ്മിലേക്ക് മാക്സിമം നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം വെച്ചാൽ കൂടുതലും ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഇതിലൂടെ നിങ്ങൾക്ക് വലിയ വലിയ സ്കോപ്പുകളും കിട്ടുന്നുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഒരു വർക്കിന്റെ സ്ഥലത്തായിക്കോട്ടെ, നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ആരോഗ്യം, സാമ്പത്തികം, പിന്നെ നമുക്ക് കിട്ടുന്ന സ്കിൽസ്. ഇപ്പൊ നമ്മൾ ഇതിൽ പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ചെയ്ത മീറ്റിങ്ങും കാര്യങ്ങളല്ല, പിന്നീട് ഉണ്ടായ മീറ്റിങ്ങും കാര്യങ്ങളും അവരൊരു ട്രെയിനർ തന്നെ. ഇപ്പം കൂടുതൽ ആൾക്കാർക്ക് ഇപ്പൊ ഞാനൊരു ടീച്ചർ ആവണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതിലെ പല ആൾക്കാർക്കും നമ്മൾ സ്കൂളിൽ നിന്ന് പറയും, സർ മക്കളെ നിങ്ങൾക്ക് ആരാവണം? ഞാൻ പറയും, സാറേ എനിക്ക് ടീച്ചർ ആയാൽ മതി. പക്ഷെ പിന്നീട് ഉണ്ടാകുന്ന ടീച്ചർ ഒന്നും ആയിരിക്കില്ല. ഇപ്പൊ പക്ഷേ ഇതിൽ നമുക്കൊരു ടീച്ചർ ആവാൻ പറ്റും. ആർസിഎമ്മില് നമുക്കൊരു ടീച്ചർ ഒരു ലീഡർ ആവും. ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് എനിക്ക് ഇവിടെ ടീമിനെ മെമ്പേഴ്സിനെ കണ്ട് മീറ്റിംഗ് എല്ലാം പരിചയപ്പെട്ട് മീറ്റിംഗിൽ പഠിപ്പിച്ചു, മീറ്റിംഗ് ട്രെയിനിങ് എടുത്തു കൊടുത്ത്. പക്ഷേ എനിക്ക് അവിടെ വർക്ക് ചെയ്യുമ്പോൾ SBI കാർഡിലേക്ക് പോകുമ്പോൾ തന്നെ ഞാൻ എക്സിക്യൂട്ടീവ് ആയിട്ട് പോയി. പക്ഷെ പ്രൊമോഷൻ കിട്ടിയാൽ തന്നെ എനിക്കൊരു ടീമിനെ ഹാൻഡിൽ ചെയ്യാൻ ഒരു വിഷമവും ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ അതിന്റെ ട്രെയിനിങ് ഞാൻ ഓൾറെഡി ആർസിഎം കഴിഞ്ഞു. അതായത് ഓൾറെഡി ഞാൻ ഈ മീറ്റിംഗും കാര്യങ്ങളും കേട്ടു. അവരെ മോട്ടിവേറ്റഡ് ചെയ്യാനായിട്ട് എല്ലാ ഡെയിലി മോട്ടിവേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാനേ പറ്റൂ. ഇടയ്ക്കിടയ്ക്ക് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കും. രാവിലെ തന്നെ പിള്ളേരെ വിളിച്ചിട്ട് മക്കളെ ഇങ്ങനെ ചെയ്യ അങ്ങനെ ചെയ്യ്, ഭയങ്കര മോട്ടിവേഷൻ. പക്ഷെ ഒരു ഉച്ച കഴിഞ്ഞ 3 മണി കഴിഞ്ഞ ഫയലോ കാര്യങ്ങളോ ഇല്ലാന്നുണ്ടെങ്കിൽ, നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നില്ല എന്നുണ്ടെ ഇട്ട് ചവിട്ടിക്കൊള്ളുക. അങ്ങനെയാ പറയാ. ഇതാണ് പ്രൈവറ്റ് കമ്പനി, ഇട്ട് ചവിട്ടിക്കൊള്ളുക. പക്ഷെ നിങ്ങളെ അണ്ടറിൽ ഒരാള് പോലും ഇല്ല. എന്നുവെച്ചാൽ ടീം ഹയറാർക്കി എന്ന് പറഞ്ഞ ഒരു വസ്തു ഇല്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളാണ് ലീഡർ, നിങ്ങളാണ് പ്രഷർ നിങ്ങൾക്ക് തരേണ്ടത്, നിങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങളെ ബിസിനസ് ആണ്. അല്ലാണ്ട് അവിടെ ഹെഡില് അതായത് നമുക്ക് കിട്ടുന്നതല്ല. അതായത് ഈ നെറ്റ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്കല്ല ഈ വരുമാനം കിട്ടുന്നത്, അവർക്ക് നേട്ടം ഉണ്ടാക്കാനുള്ള ചിന്തയെ വേണ്ട. നമ്മളാണ് ഇതിന് ബിസിനസ് ചെയ്യേണ്ടത്, നമുക്കാണ് വരുമാനം ഉണ്ടാക്കേണ്ടത്, നമ്മളാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ബിസിനസ് ആണ്, സ്വന്തം ബിസിനസ് ആണ്. ആ ഒരു ചിന്തയോട് കൂടി വർക്ക് ചെയ്യുക. JRCM ഗുഡ് ആർസിഎം. താങ്ക് യു. ഓക്കെ, താങ്ക് യു അഭിരാമി മാഡം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരുപാടധികം കണ്ടന്റ്സും ടോപ്പിക്സും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഫുള്ളി പാക്ക്ഡ് ആയിട്ടുള്ള ഒരു സെഷൻ.